വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് ജീവനത്തിലുള്ള ദൈവവുമായിട്ട് 2-3 പറയുന്ന നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടെ മധ്യത്തിൽ ഞാനുണ്ടാകുന്ന വാഗ്ദത്ത പ്രകാരം ആദ്യനും അന്ത്യനുമായവൻ്റെ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ്റെ കൂടെ ഒരു കൂട്ടായ്മ നമുക്ക് നൽകിയിരിക്കുക. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സന്തോഷത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമായിരിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ടും കൂട്ടായ്മയായിട്ടും കൂടെ തന്നെ നമ്മെ സ്തോത്രം ആ ബന്ധം എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുവാൻ കർത്താവ് കൃപ തരുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. സഭ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും വ്യക്തികൾ പരമായിട്ടും, സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആലയം, ദൈവം വസിക്കുന്ന മന്ദിരം, സ്തോത്രം, ദൈവം വസിക്കുന്ന ഇടം, സ്തോത്രം, എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. നമ്മൾ ടാബർനാക്കിളിൻ്റെ വിഷയങ്ങളിൽ കൂടി നമ്മൾ അല്പമായിട്ട് വളരെ ഹ്രസ്വമായ രീതിയിലൊന്ന് ചിന്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വീട് നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ്. ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആലയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നാൽ പിന്നെ ആർക്കും അവിടെ സ്ഥാനമില്ല. അതുവരേക്കും നമുക്ക് നമ്മുടെ ചിന്തകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, ഇതിനൊക്കെയും സ്ഥാനം മുൻകൂറി കാണും. പക്ഷേ നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിനകത്തോ നമ്മുടെ അളവിനകത്തൊന്നും നിൽക്കുന്നതല്ല. ഒരു കാര്യത്തിലും പോലും നമുക്ക് അവൻ്റെ ഒരു എന്താ പറയുന്നത്, അവൻ ഒരു ആട്രിബ്യൂട്ട്സ് പോലും അതിൻ്റെ പൂർണ്ണതയും നമുക്ക് രുചിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ വീക്ക്നെസ് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളതിൽ റിവീൽ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമുക്ക് എപ്പോൾ ഏത് അളവിൽ ആവശ്യമുണ്ടോ അളവ് കൂടാതെയല്ലോ അവൻ പരിശുദ്ധാത്മാവിന് നൽകുന്നത്. ആക്ച്വലി പരിശുദ്ധാത്മാവല്ല പ്രവർത്തിക്കുന്നത്. പലർക്ക് തെറ്റുണ്ട്. ഉപരിവിപ്ലവക്കാർ, പ്രത്യേകിച്ച് അത് കരിസ്മാറ്റിക് എന്ന് വന്ന ഒരു കോപ്പിയാണത്. ആത്മാവാണ് നടത്തുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടി നമുക്ക് നമ്മെ തന്നെയും അതിൻ്റെ റെമഡി ആയിരിക്കുന്ന ക്രിസ്തുവിനെയും വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 16-ന്റെ 8, 9, 10, 11, 12, 13 വരെയുള്ള വാക്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് നമുക്ക് അവനെ വെളിപ്പെടുത്തി തരണം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, നമ്മളിൽ വെളിപ്പെടുത്തുക. അതിനു മുമ്പ് അവന് തൻ്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ തക്കവണ്ണം നമ്മളിൽ കുറവായിരിക്കുന്ന സെൽഫിൻ്റെ ഡിസയേഴ്സ്, ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട വിഷയമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നീക്കിക്കളഞ്ഞാൽ നമുക്ക് നിത്യതയിൽ അവനോട് കൂടെ വാഴുവാൻ പറ്റുള്ളൂ. ഫോക്കസ് എന്താ? നിത്യതയിൽ അവനോട് കൂടെ യാതൊരു വിഘ്നവും കൂടാതെ വാഴണം. ഇനി ഒരു റിബലിയൻ സ്വർഗത്തിലുണ്ടാവാൻ ദൈവം അനുവദിക്കുകയില്ല. ലൂസിഫർ സംഘം റിബലിയൻ ഉണ്ടായി, അതിന് വലിയ ശിക്ഷ പ്രകൃതിമേലും അവൻ്റെ കീഴിലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാരുടെ എല്ലാം മേലും കടന്നു വന്നു. എന്നാൽ മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അതുപോലെ ക്രോധമല്ല കാണിച്ചത്, മാനവജാതിയുള്ള തൻ്റെ സ്നേഹം, തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയാണ് വെളിപ്പെടുത്തിയത്. അത് ഓർത്താൽ തന്നെ, അതിനൊന്ന് ശരിക്കും പഠിച്ചാൽ, അതിനെ തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ, ഇന്ന് നമ്മുടെ ഗാലക്സിയിൽ തന്നെ, ഈ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഭൂമി മാത്രമേ വാസയോഗ്യമായി കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നാൽ വാസയോഗ്യമായി വേറെ എത്രയോ പ്ലാനറ്റുകളുണ്ട്. പക്ഷെ നമ്മുടെ മിൽക്കി വേയിൽ അത് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഐസയ 45:18 പറഞ്ഞിരിക്കുന്നത് സകലം വാസയോഗ്യമാക്കി ഉണ്ടാക്കിയെന്നാണ്. യെരമ്യാ 4:20 പറഞ്ഞിരിക്കുന്നത് ലൂസിഫറിൻ്റെ ആ റിബലിയനിൽ അവൻ്റെ അത്യുഗ്ര കോപം ഹേതുവായിട്ട് അവൻ സകലത്തെയും നശിപ്പിച്ച് കളഞ്ഞെന്നുള്ളതാണ്. ലൂസിഫറിൻ്റെ കീഴിലുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സകലത്തെയും, അതിൽ നിന്ന് ഒരു പ്ലാനറ്റിന് മാത്രമാണ് ദൈവം, നമ്മൾ ഉൽപ്പത്തി 1:1 പറയുമ്പോൾ ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴായി ശൂന്യമായിരുന്നു. അതേ വേർഡ് തന്നെയാണ് ജെറമ്യാ 4:20 പറഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കി, ഭൂമി പാഴ് ശൂന്യമായിരിക്കുന്നത് കണ്ടു. അത്യുഗ്ര കോപമുള്ളവനായ ആ ദൈവം തന്നെയാണെന്ന് മാറ്റമില്ലാത്തവനായിരിക്കുന്നത്. നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ചിലയിടത്ത് പുതിയ നിയമത്തിൽ മിക്കവാറും എല്ലാവരുടെയും കാര്യം കർത്താവ് അങ്ങനെ കരുണാസമ്പന്നനാണ്. ഒഫ്കോഴ്സ് ശരിയാണ്. കരുണയുടെ കർത്താവ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് 2 പ്രകാശം, ഒരു നീല വെളിച്ചം, വെള്ള വെളിച്ചം പോകുന്നു. ഇതൊക്കെ വ്യാജ സ്പിരിറ്റുകളാണ്. ദൈവം തൻ്റെ നീതിയെ മാറ്റാൻ കഴിയാത്തവനാണ്. അതുകൊണ്ട് പാപം ക്ഷമിക്കുകയല്ല ചെയ്യുന്നത്, ക്രിസ്തുവിൽ മറയ്ക്കാനേ പറ്റുള്ളൂ.
ലാഘവത്തോടു കൂടിയാണെന്ന് മനുഷ്യൻ പാപം ചെയ്തത്. ആ ക്ഷമിച്ചോളും, പക്ഷെ ഭയഭക്തിയോടു കൂടിയായിരിക്കണം കർത്താവ്. പലപ്പോഴും നമ്മുടെ ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ദൈവം അത് കണക്കിടുന്നില്ല. ഇപ്പോൾ ഒരു ഇമോഷണലായിട്ടോ നമ്മൾ പെട്ടെന്നൊന്ന് സ്ലിപ്പായിപ്പോയി, ദൈവം ഒന്നും കണക്കിടുന്നില്ല. പക്ഷെ നമ്മുടെ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനാണോ, പിന്നെ അതിന് മാപ്പില്ല. ഒരേ ഒരു വഴിയോടോ, നെടുമ്പാട് കർത്താവിൻ്റെ അടുത്ത് വരെ, കർത്താവ് ഞാൻ സംസാരിച്ചു പോയത്, ചിന്തിച്ചു പോയത്, ഞാൻ തീരുമാനങ്ങൾ എടുത്തു പോയത്, ലോർഡ് പ്ലീസ് ഫോർഗീവ് മീ. പക്ഷെ നമുക്ക് ഇമോഷണലിൽ പെട്ടെന്ന് നമ്മൾ പല ചിന്തിച്ചപ്പോൾ നമ്മുടെ തോട്ട്സ് പല പല ചിന്തകളും വരും. ഇതൊന്നും ദൈവം കണക്കിടുന്നില്ല. എന്നാൽ നമ്മളതിനെ താലോലിക്കാൻ പോയാൽ അത് നമ്മുടെ വില്ല് അതിന് വശകെട്ട് പോയി. ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഇന്നലെ അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ ചാപ്റ്റർ 1 വേഴ്സ് 23 വരെ ചിന്തിച്ചു. നമ്മൾ വേഴ്സ് ടു വേഴ്സ് ആയിട്ടല്ല പഠിക്കുന്നത്. ആ റിലേഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ റിലേഷൻ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടാവുന്നത്, എങ്ങനെയാണ് നാമും ക്രിസ്തുമായിട്ടുള്ള റിലേഷൻ നിലനിന്ന് പോകേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് 2 ലേഖനങ്ങളെയും നമ്മൾ ആസ്പദമാക്കി പഠിക്കുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചതായിരുന്നു എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ വേഴ്സ് 1 and 2 നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത് അതിന് തുടർച്ചയായിട്ട് ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മലയാളത്തിൽ വായിക്കുന്നത്, 1 second. ഇത് നമ്മൾ അല്പമായിട്ട് ഇന്നലെ ചിന്തിച്ചതാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായി നിങ്ങളെ അവൻ ഉയർപ്പിച്ചു, ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിലായിരിക്കുന്ന സഭയ്ക്കാണ് എഴുതുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ 1 എല്ലാ ലേഖനങ്ങളുടെയും ആരംഭത്തിൽ, പ്രത്യേകിച്ചും പോളിൻ്റെ ലേഖനങ്ങളാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ആരെഴുതുന്നു എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഏതൊരുവനും ലേഖനങ്ങളെ ബൈബിൾ എടുത്തുകൊണ്ട് അവനെൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് എനിക്കെഴുതിയ ലെറ്റർ എന്ന് പറഞ്ഞാൽ സഹതാപം എന്ന് പറയാനുള്ളൂ. ക്രിസ്തുവേശുവിൽ വിളിക്കപ്പെട്ടവരും വിശുദ്ധരും എങ്ങനെയാണ് വിശുദ്ധരാകുന്നതിനെ കുറിച്ച് കൊണ്ടൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ്. അവർക്കാണ് ഈ ലേഖനങ്ങൾ എഴുതുന്നത്. അപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മുടെ സോള് മരിച്ചിരിക്കുന്ന അവസ്ഥ, സോളെന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റ് മരിച്ചിരിക്കുന്ന അവസ്ഥ നാം റെക്കഗ്നൈസ് ചെയ്താൽ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ആയില്ല, ഹോളി സ്പിരിറ്റ് നമുക്കത് വെളിപ്പെടുത്തി തരും. അപ്പോഴാണ് നമ്മൾ വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അത് ഈ ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളിൽ അനുഭവം ഉണ്ടായേ പറ്റുള്ളൂ. അതിൻ്റെ കോൺസിക്വൻസും വെളിപ്പെടുത്തും. ഞാൻ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ മാത്രമേ നമ്മളൊരു വീണ്ടെടുപ്പുകാരന് വേണ്ടി വാഞ്ചിക്കുകയുള്ളൂ. സ്തോത്രം 42-ാം സംഗീതത്തിൽ കോരപുത്രന്മാർ പറയുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു. അത് ക്രിസ്തുവിലുള്ളൂ. ആ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ പല പല അറിയുന്ന മാർഗങ്ങളൊക്കെ ശ്രമിച്ചു നോക്കും. പക്ഷെ എവിടെയും ആ പീസ് കിട്ടില്ല, ആ പെർമനൻ്റ് ആയിട്ട് പീസ് കിട്ടില്ല. പീസ് എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള പീസ്. നമുക്കല്ലാതെ ജീവിതത്തിൽ പല പല ട്രയൽസ് ഉണ്ടാവും, തെറ്റിദ്ധരിക്കരുത്. ദൈവമായിട്ട് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യന്മാരെന്ന് പറഞ്ഞുകൊണ്ട് പലരും സൈക്കോളജിക്കൽ വേയിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവമായിട്ട് തെറ്റിപ്പോയി ദൈവമായിട്ട് റീകൺസിലേഷനിൽ വന്നിട്ടുണ്ടാകുന്ന സമാധാനം, അവന് നമ്മോടുള്ള സമാധാനം, നമുക്ക് അവനോടുള്ള സമാധാനം. കാരണം ആ ഉടമ്പടി നമ്മൾ തെറ്റിപ്പോയി, വീണ്ടും അവനുമായിട്ടുള്ള റീകൺസിലേഷൻ, ആ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ നമ്മുടെ സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന ടെമ്പററി ആയിട്ടുണ്ടാകുന്ന സമാധാനക്കേടോ ഫിക്ഷൻസ് ഇതൊന്നൊരു വിഷയമല്ല. ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനുമായിട്ട് റീകൺസിലേഷൻ നടന്നു, നിരപ്പ് പ്രാപിച്ചു, ഞാൻ അവനുമായിട്ട് ഇനി ഒരു ഉടക്കില്ല. അതിന് കാരണമായിട്ട് മീഡിയേറ്ററായിട്ട് നിന്നത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ കൊടുത്തില്ല, എന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചിരിക്കുന്ന ക്രിസ്തുവേശുവാണ്. അവൻ മാറില്ല. അവൻ എൻ്റെ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് നിത്യസ്നേഹം കൊണ്ടാണ്. ഇത് നല്ല ഉറപ്പുണ്ടായാൽ പിന്നെ നമുക്ക് ടെംപ്റ്റേഷനിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ച് പോവുക പ്രവർത്തിച്ചു പോവുകയൊക്കെ ഉണ്ടായാലും ദൈവം ഇത് കണക്കിടുന്നില്ല. നമുക്ക് പക്ഷെ മനസ്സാക്ഷിക്ക് കുത്തുണ്ടാവും. റിപ്പന്റ് ചെയ്യുക, ലോർഡ് ഫോർഗീവ് മീ, ഇത്രയേ ഉള്ളൂ.
നമ്മൾ ചിന്തിച്ചതാണ്. സ്തോത്രം. അതിന് മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ ചിന്തിച്ചു? ഈ ലോകത്തിൻ്റെ കലതിക്കും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരിക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായതിനും അനുസരിച്ച് നടന്നു. സ്തോത്രം. ഇതുവരെ നമ്മൾ ചിന്തിച്ചതിന് അവരുടെ ഇടയിൽ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നും ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കോപത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവകോപത്തിൻ്റെ. അപ്പം ഈ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാം, വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിയുടെ മേളിൽ ദൈവക്രോധമേ വസിക്കുള്ളൂ. ഡിവൈൻ ജസ്റ്റിസിന് അതേ സാധിക്കുകയുള്ളൂ. ദൈവം ദീർഘക്ഷമയാൽ പല പല അവസരങ്ങൾ തരും. ദീർഘക്ഷമയാൽ കൊലപാതകന്മാർ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നടക്കുന്നവരായി അവന് അറിയാതിൻ്റെ ഈ സോളിൻ്റെ മൂല്യം എത്രമാത്രമാണ്, എത്ര വലിയ വിലയാണ് കൊടുത്തത്. ഈ ശരീരത്തിൽ നിന്ന് സോള് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ ഒരു പണിയും നടക്കില്ല എന്ന് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് ദൈവം തൻ്റെ ദീർഘക്ഷമയ്ക്ക് ഒത്തവണ്ണം മനുഷ്യനോട് കരുണ കാണിക്കുകയാണ്, കൃപ കാണിക്കുകയാണ്. എന്തിനാ? അവനുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ. ഒരേ ഒരു മാർഗമുള്ളൂ, ദൈവം ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഇതല്ലാതെ വേറെ റീകൺസിലിയേഷൻ മാർഗമില്ല. സോറി. അപ്പോൾ അവരുടെ ഇടയിൽ, സാധാരണ മനുഷ്യരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ ഈ വീണ്ടും ജനനം പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. വീണ്ടും ജനനം പ്രാപിച്ചു, യേശുവിനോട് ചേരുവതക്കൾ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും പിന്നെയും ജഡമോഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന് വീണ്ടും ജനനത്തിന്റെ അനുഭവം നഷ്ടപ്പെട്ടു. ഏശാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവന്റെ ബർത്ത് റൈറ്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബർത്ത് റൈറ്റ് നഷ്ടപ്പെടുത്തിയെന്ന. പിന്നത്തേതിൽ അവൻ അത് ആഗ്രഹിച്ച് അവന് കിട്ടിയില്ല. അവൻ എത്ര നിലവിളിച്ചിട്ടും കിട്ടിയില്ല. വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്കൊരു ബർത്ത് റൈറ്റ് ഉണ്ടോ? ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, ഏക ശരീരമായിട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. അവനുമായിട്ട് നാം ഒന്നാണ്. ഒരേ ശരീരത്തിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനുള്ള സകലത്തിനും നാമും കൂട്ടവകാശികളാണ്. അവനോട് കൂടെ കഷ്ടതയിലും കൂട്ടാവകാശികളാണ്. ഇത് മാത്രം മനുഷ്യന് അത്ര സുഖമല്ലാത്ത കാര്യം. മറ്റെല്ലാത്തിനും തീപ്പരി പ്രസംഗങ്ങൾ പ്രസംഗിച്ചാൽ നമ്മുടെ ഇമോഷൻ അങ്ങ് ഡെവലപ്പ് ആകും. അതേ സമയത്ത് നമുക്ക് അവനോട് പോലെ ആയിത്തീരണമെങ്കിൽ അവനോട് കൂടെ കഷ്ടം സഹിച്ചാലേ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സോളിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ സോളിന്റെ നേച്ചർ സ്വഭാവം സുഖകരമായിട്ടുള്ള ജീവിതം, ആശ്വാസകരമായ ജീവിതം. ആരും നിന്ദിക്കരുത്, ആരൊന്നും പറയരുത്. എന്നെ എപ്പോഴും നല്ലത് തന്നെ പറയണം. ആവശ്യത്തിന് ആഹാരം, ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിന് കുറച്ച് ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും ആശ്രയിച്ച് കർത്താവെ തന്നെ ഞാൻ സ്തുതിച്ച് സ്തോത്രം പറഞ്ഞോളൂ. നോ, ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഇതല്ല ക്രിസ്തുവിന്റെ മാർഗം. അവൻ പോയ അതേ പാതയിൽ കൂടെ നമുക്ക് പോകണം. എല്ലാ വിശുദ്ധന്മാർക്കും പുതിയ യെരുശലേമിലേക്ക് എത്തണമെങ്കിൽ സ്തോത്രം, ബാബേൽ തുടങ്ങിയുള്ള എല്ലാവർക്കും അതേ പാതയിൽ തന്നെ പോകണം. നമുക്ക് മുൻ ചെന്നവര് സ്തോത്രം അതിനൊരു പാത വഴി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. കർത്താവിന്റെ കാലഘട്ടത്തിൽ മുള്ളും പറക്കാരിയുമുള്ള വഴിയായിരുന്നു. അനേക വിശുദ്ധന്മാർ പോയി, അവർ പോയ മാർഗത്തിൽ കൂടെയുള്ള അനുഭവങ്ങളൊക്കെ ലേഖനങ്ങളിൽ കൂടി പല പല കാര്യങ്ങളിൽ കൂടി നമുക്ക് എഴുതി തന്ന ആ മാർഗമൊക്കെ വളരെ സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ആണത്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെ പോലെ നമുക്ക് ഹാർഡല്ല. അവരുടെ കയ്യിൽ ഒരു വേദപുസ്തകങ്ങളെ പോലെ വേദപുസ്തകം ഇല്ലായിരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കണ്ടവരായ അപ്പസ്തോലന്മാര് നാം കാത്തിരുന്ന മശീഹ തന്നെയാണ് യേശു എന്ന് അവരോട് പറഞ്ഞതേ ഉള്ളൂ. എത്രയോ പേരെ ഇത് ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. പക്ഷെ അവരിത് പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ചെറിയൊരു വിഷയം വരുമ്പോൾ പ്രത്യാശയാണ് കളയുന്നത്, വിശ്വാസത്തെയാണ് ത്യജിക്കുന്നത്. അവരോട് കൂടെ എങ്ങനെ ഇരിക്കാൻ പറ്റും നമുക്ക്? അപ്പൊ നമ്മുടെ ജഡമോഹങ്ങളിൽ ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബർത്ത് റൈറ്റ് നഷ്ടപ്പെട്ടു. പിന്നെ ഏശാവ് വാക്യം ഞാൻ എടുത്ത് വായിക്കാൻ വേണമെങ്കിൽ ദൈവത്തിന്റെ ആത്മ വീണ്ടും നിർബന്ധിക്കുന്നു. ഹീബ്രു ചാപ്റ്റർ 12 തോന്നുന്നു. ഒരു മിനിറ്റ്.
chapter 2 and verse 16. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ കാര്യം പറയാണ് കേട്ടോ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും, കൃപയിൽ ആശ്രയിച്ച് മുന്നേറുന്നതിൽ നിന്ന് പിന്മാറുക. ഞാൻ അതൊരിക്കലും പറയാൻ ആഗ്രഹിച്ച വാക്യമല്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുക. കൃപയിലാണ് നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കൃപയുടെയും വിശ്വാസം, കൃപ ദൈവത്തിൽ നിന്ന് വരുന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇരിക്കുന്നു. ഈ കൃപയുടെയും വിശ്വാസത്തിന്റെയും റിസൾട്ടാണ് സാൽവേഷൻ. ആ കൃപ അൺലിമിറ്റഡ് ആണ്, അത് എപ്പോഴും ഫ്രീ ആണ്. പക്ഷെ വിശ്വാസം, അവനിൽ ആശ്രയിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ആശ്രയിച്ചാൽ ദൈവകൃപയിലല്ല. പേര് പറയാ കൃപയാൽ, കൃപയാൽ, കൃപയാൽ. ദൈവകൃപ എന്ന് പറഞ്ഞ പുത്രനെ ഫ്രീ ആയിട്ട് തരിക. പുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചു തന്നു. ശരിക്കും മനസ്സിലാക്കണം, പുത്രനെ നമുക്ക് പാപയാഗമായി, അറ്റോൺമെന്റായി, എക്സ്പിയേഷനായി, പാപ പരിഹാരമായി നമ്മുടെ മേലുള്ള ശിക്ഷയെ തുടച്ചു മാറ്റിക്കളയാൻ തക്കവണ്ണം, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരത്തക്കവണ്ണം ഫ്രീ ആയിട്ട് തന്നു, പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. അവനെ മരിച്ചോടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. എന്റെ ഗവൺമെന്റ് തന്നെ നിങ്ങളുടെ മേൽ വിധിച്ചിരിക്കുന്ന ശിക്ഷയെ ഞാൻ ഇതാ തുടച്ചു മാറ്റിയിരിക്കുന്നു. ഹൂവർ ബിലീവ്, ആരെല്ലാം അവനെ വിശ്വസിക്കുന്നു അവന് ഞാൻ സൗജന്യമായിട്ട് ഒരു കാലത്തും പാപം ചെയ്യാത്തവന് പോലെ കണക്കിട്ടുള്ള. കമോൺ, 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 ലെറ്റ് us reason. യെശയ്യാപ്രവചനം 1:18 പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തമ്മിലൊന്ന് വാദിക്കാം. ലെറ്റ് us reason together. നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെയായിരുന്നാലും പഞ്ഞി പോലെ തരും എന്ന് പറഞ്ഞാൽ there is no more stain on that. എന്താ വേണ്ടത്? ജസ്റ്റ് accept Christ. മറ്റാരെയും നോക്കണ്ട, ആരെയും നോക്കണ്ട. എനിക്ക് വേണ്ടി പാപയാഗമായി തീർന്ന ആ ദൈവ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന ആ പ്രാശ്ചിത്വം, ആ ദൈവസ്നേഹത്തിന്റെ ഉറവിടമാണ് ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അടങ്ങുന്ന ദൈവ സ്നേഹത്തിന്റെ ഉറവിടത്തിൽ നിന്നാണ് ആ അറ്റോൺമെന്റ് പുറത്തു വന്നത്. ലോർഡ്, ഐ അക്സെപ്റ്റ് ദാറ്റ്. തുടർന്ന് എനിക്ക് ജീവിക്കാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഏത് കഷ്ടതയിൽ, ഏത് പ്രതികൂല കാറ്റിലും എന്റെ കൽപ്പന, എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടവനാ. അപ്പൊ ആ കൃപയെ, അതായത് പുത്രനെ അന്ന് ക്രൂശിൽ നൽകി, ഇന്നും നിന്റെ ഏത് വിഷയത്തിനും വരും. പുത്രനെ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ, ക്രിസ്തുവിനെ, അതാണ് മന്ന. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ മാംസത്തിന്റെ അധികം എന്റെ രക്തം കുടിക്കാതിരിക്കുന്നതിന് ഉള്ളിൽ ജീവനില്ല. അപ്പൊ മാംസത്തിന്റെ രക്തം കുടിക്കാന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റാണ്. ക്രിസ്തുവിനെ നമ്മുടെ ഏതൊരു വിഷയത്തിൽ നമ്മളിൽ സ്വീകരിക്കുക, കൈക്കൊള്ളുക. accept as many as receive him. നമ്മൾ ഒരു പ്രാവശ്യം മാത്രമല്ല, ഏതൊരു വിഷയത്തിന് മുമ്പിലും ദൈവത്തിന്റെ ആത്മാവ് സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ സെൽഫ് എത്രമാത്രം ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമ്മുടെ വിഷയം, നമ്മുടെ സെൽഫിന്റെ ഡിസയർ എന്താണ്? ദൈവകൃപയിൽ ആശ്രയിക്കുമോ? ദൈവകൃപ എന്ന പുത്രൻ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ ആശ്രയിക്കുമോ? അല്ല നീ ആ കൃപ വിട്ടുമാറി വേറെ വലുതിൽ ആശ്രയിക്കുമോ? അങ്ങനെ ആശ്രയിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച്, അവിടെ തുടങ്ങിയാണ് ചർച്ചിനകത്ത് പ്രോബ്ലംസ് വരുന്നത്. കള വിതയ്ക്കപ്പെട്ടതുപോലെ വരും. കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കുക. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് കലകം. അനേകർ അതിനെ മലിനപ്പെടുകയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവകൃപയിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ടെമ്പററി ടെംപ്ടേഷൻ വരുമ്പോൾ ഒരു വാക്കിലെ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ സംഭവിച്ചു പോകാം. ബട്ട് there is chance. ലോർഡ് പ്ലീസ്, ഞാൻ അങ്ങ് സംസാരിച്ചു, മറ്റൊരാൾക്ക് മുറിവ് വന്നു പോയി, ക്ഷമിക്ക്. സേവ് മീ ഫ്രം ദാറ്റ് ലോർഡ്. എനിക്കൊരു ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ദുഷ്ടാത്മാവ് കയറി പ്രവർത്തിക്കും, ദുഷ്ടാത്മാവ് കയറി സംസാരിക്കും. നമ്മൾ ചിന്തിച്ചില്ല, ആകാശത്തിന്റെ അധികാരം ഇത്രയും വഷളത്തെ നിറഞ്ഞ സ്പിരിറ്റ് അത്. തേർഡ് പാർട്ടിയിൽ കൂടെ സംസാരിപ്പിച്ച് അവിടെ ഇന്ന് ചിരിക്കും. Lord, save me.
നിന്റെ വിശ്വസ്ത എനിക്ക് പരിചയം ഫലികമായിരിക്കട്ടെ. നമ്മൾ പാടിയ പാട്ട്, ആർക്കുമേകാൻ സാധ്യമല്ലാത്ത ആത്മശക്തി, അതിനാലേ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കയ്പുള്ള വേര് മുളച്ചാൽ അടുത്തതാണ് കലകമുണ്ടാകുക. കലകമുണ്ടായതിന്റെ അനേകർ മലിനപ്പെടും. വിശ്വാസകാര്യത്തിൽ മലിനപ്പെടും, ക്രിസ്തുവിലുള്ള പ്രത്യാശയെ മലിനപ്പെടും. അവിടെയൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ലോർഡ് മനസ്സിലായി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, എൻ്റെ സംസാരഭോഗം, എൻ്റെ പ്രവൃത്തി, എൻ്റെ പിന്മാറ്റമാണ്. ദൈവകൃപയിൽ ഞാൻ പിന്മാറുന്നത് കൊണ്ടാണ് ഇത്രയും ട്രയൽസ് പ്രശ്നം വന്നിരിക്കുന്നത്. ലോർഡ്, ഞാൻ മുഖാന്തരം നിന്റെ ശരീരത്തിൽ വരുന്ന മലിനത മാറണം. എന്നിട്ട് പറയാണ്, ആരും ദുർനടപ്പുകാരനോ. അടുത്ത സ്റ്റെപ്പ് എന്താ? മലിനപ്പെട്ടതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ദുർനടപ്പ്. ദുർനടപ്പ് തന്നെ ഒത്തിരി പെട്ടെന്ന് കയറി ഫോർണിക്കേഷനോ വ്യഭിചാരത്തിന് പോവല്ലേ ചെയ്യുന്നത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ ഏശാവിനെ പോലെ. അപ്പൊ ഏശാവിനോട് കമ്പയർ ചെയ്ത് ഇതാണ്, ആദ്യത്തെ വാക്യമായിട്ട് കമ്പയർ ചെയ്യാണ്. ദൈവകൃപ വിട്ട് അവനൊരു ബർത്ത് റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചിന്തിക്കാം, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന്. ആ ദൈവത്തിന്റെ പ്രമാണമല്ലയോ, അതങ്ങ് നടന്നുകൊള്ളും, മിണ്ടാതിരുന്നാൽ മതി, ഏശാവെ കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ പ്രമാണമാണ്, ദൈവം നടത്തും. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം, ദാനിയേല് ബാബേലിലായിരിക്കുന്ന സമയത്ത് യെരമ്യാ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ ഇപ്പൊ പ്രവാസത്തിൽ പോയ ബാബേലിന്റെ കയ്യിൽ എന്തുണ്ട്, ദാനിയേലിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഓൾഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യെരമ്യാവിന്റെ പ്രവചനത്തിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അതിമഹത്തായ കൊട്ടാരത്തില് അബേ സ്തോത്ര രാജാവ് കഴിഞ്ഞ രണ്ടാമനായിട്ടാണ് ദാനിയേല്. ആ ദാനിയേലും സമയമെടുത്ത് വേദപുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തി. ഒത്തിരി ബിസിയാ. 120 സംസ്ഥാനങ്ങൾ, ഇന്ത്യ തുടങ്ങി എത്യോപ്യ വരെ അടങ്ങുന്ന 120 സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അതിന്റെ ഏറ്റവും മേൽച്ചുമലാണ്. ഇന്ന് നമ്മുടെ ഒരു വീട്ടിലെ കാര്യം നോക്കുന്നവർക്ക് സമയമില്ല കണ്ടെത്താൻ. വേദപുസ്തകം വായിക്കാൻ സമയമില്ല, മറ്റെല്ലാത്തിനും സമയമുണ്ട്. ബിസിയാ. പക്ഷെ ദാനിയേലിന്റെ സമയം എത്ര പ്രായം ഉണ്ടെന്നറിയോ? 90 വയസ്സ് പ്രായം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ. തൻ്റെ മാനുഷ്യമാരീതിയിലൊക്കെ നഷ്ടപ്പെട്ടു. രാജകുടുംബത്തിൽ രാജകുമാരനാ ഇപ്പൊ കിടക്കുന്നത് ബാബേലിന്റെ അടിമത്തത്തില്. പേര് ദാനിയേൽ എന്നുള്ളത് മാറ്റി ബേൽസസർ എന്നാക്കി. അവന്റെ ദേവന്റെ പേരിനോട് ചേർന്ന് പേരിട്ടു. ഷണ്ണനാക്കി കളഞ്ഞു. ഇത്രയൊക്കെ ആയിട്ട് വേദപുസ്തകം വായിക്കുന്നതിൽ ദാനിയേൽ പിന്മാറിയില്ല. പ്രായം വിഷയമല്ല. അപ്പൊ 70 സംവത്സരം കഴിയുമ്പോൾ തന്നെ ജനത്തിന് ഒരു റിഡംഷൻ, റിലീഫ് ഉണ്ടാകുന്ന അറിഞ്ഞ്, ഓ ദാനിയേലെ മിണ്ടാതിരിക്കല്ലേ ചെയ്തത്. അല്ലെങ്കിൽ ദാനിയേല് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, രാജാവിൻ്റെ അടുത്ത് രാജാവ് കാര്യം നടത്തി കൊടുത്തേനെ. പക്ഷേ ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ദൈവം ഗബ്രിയേൽ ദൂതന് മറുപടിയുമായിട്ട് അയച്ചു. പക്ഷെ ഇടയ്ക്ക് വെച്ച് പാഴ്സി പ്രഭു തടഞ്ഞു. അപ്പൊ പാഴ്സി പ്രഭു തടഞ്ഞു വരുമ്പോൾ ആരുടെ ഭരണകാലത്താ? മേദ്യോ പേർഷ്യയുടെ ഭരണകാലം നടക്കുന്ന സംഭവമാണ്. ഇന്ന് ആ പാഴ്സി പ്രഭു തടഞ്ഞപ്പോൾ ഗബ്രിയേലിനെ സഹായിക്കാൻ വേണ്ടി മിഖായേല കടന്നു വന്നത്. അതിനേക്കാളും അധികാരം ഇന്ന് നമുക്കുണ്ട്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും നമുക്ക് അധികാരമുണ്ട് ക്രിസ്തുവിൽ. ഇത് വിശ്വാസത്തോടെ എക്സസൈസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വേണമെന്നറിയാമോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിരിക്കണം. ദൈവകൃപ വിട്ട് പിന്മാറാതെ. വല്ല കയ്പുള്ള വേര് വന്നാൽ തന്നെ അതിനപ്പം തന്നെ പറിച്ചു കളയുക. ആരോട് കയ്പോ, അവരോട് ചെറിയൊരു പിണക്കം. ഇത് വരുമ്പോൾ തന്നെ അങ്ങ് ക്ലീൻ ചെയ്യുക. അല്ലാതെ വേര് പിടിച്ചാൽ, ഞങ്ങളിവിടെ പറമ്പിനകത്ത് അയ്യത്തൊരു അടുത്ത വീട്ടുകാരുടെ ഒരു പന നിൽക്കുന്നുണ്ട്. ഒരു ആചാരഭാവ് പനയാണ്. അതിന് നിറയെ കുലച്ച് അതിൻ്റെ കായ ഇങ്ങനെ വീഴും. ഒരു കായ്ക്കകത്ത് 2 വിത്ത് ഉണ്ടാവും. അത് 2 ഇല വരെ മുളച്ച് നിൽക്കുമ്പോൾ പറിച്ച് കളയാൻ എളുപ്പമാണ്. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ വേര് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. പിന്നെ പറിച്ച് കളഞ്ഞാൽ പോവില്ല. അത് തീയിട്ടാലും പോലും പോവില്ല, പിന്നെയും മുളച്ച് വരും. എന്നറിയാം, അതിൻ്റെ വേര് അടിയിലേക്ക് പോയി. ഇതേപോലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ജഡത്തിൻ്റെ ചിന്തകൾ, കോപം, ക്രോധം, പിണക്കം, ഈ വക കാര്യങ്ങൾ അകത്ത് കടന്ന് ഉടനെ തന്നെ പറിച്ച് കളഞ്ഞാൽ വേര് പിടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചൊന്നുമല്ല, എന്തോ അറിയില്ല.
അനേകർ, അവർക്ക് മാത്രമല്ല അനേകർ അതിനെ മലിനപ്പെടും. എന്നിട്ട് യെശയ്യാവിന്റെ എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ബർത്ത് റൈറ്റ് ഉണ്ടായിരുന്നവനാ. ദൈവം മുമ്പേ ആലോചന പറഞ്ഞെങ്കിൽ അവന്റെ ബർത്ത് റൈറ്റ് അവിടെ പോയിട്ടില്ലായിരുന്നു. പക്ഷെ ആ ബർത്ത് റൈറ്റ് നടക്കുവാൻ തക്കവണ്ണം അവന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. എന്താണ്? ജഡമോഹം, ആകാരത്തിനുള്ള മോഹം. നല്ല ക്ഷീണം കഴിഞ്ഞിട്ട് വരിക വേട്ടയാടിയിട്ട്. അപ്പോഴാണ് യാക്കോബ് പായസം ഉണ്ടാക്കുന്നത്. നല്ല വിശപ്പാ, നല്ല ദാഹവും ഉണ്ടാവും. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം, ബർത്ത് റൈറ്റ് പറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബർത്ത് റൈറ്റ് എന്താ? ഇംഗ്ലീഷ് വായിച്ചു നോക്കിയേ. ലെസ്റ്റ് there be any fornicator or profane person as Esau, who for one morsel of meat sold his birthright. നമ്മുടെ ബർത്ത് വീണ്ടും ജനിച്ച ആ അവകാശം, ക്രിസ്തുവിലുള്ള അവകാശം. എങ്ങനെ പോകുന്നത്? കയ്പുള്ളൊരു വേര് മുളച്ചിട്ട്, ദൈവകൃപ വിട്ട് കയ്പുള്ളൊരു വേര് മുളയ്ക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് വീണ്ടും ജനനം പ്രാപിച്ച് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുത്തു ആരാധിച്ച് 10, 30, 40 കൊല്ലം മുന്നേറി. പക്ഷേ ഒരു കയ്പിൻ്റെ വേര് അതിനെങ്ങ് പറിച്ചു കളയും. എന്തിന്? വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൽ നൽകപ്പെട്ട കൂട്ടവകാശം, ക്രിസ്തുവിനോട് കൂടിയുള്ള സകല. ഇതാ ദൈവസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ദുഷ്ടാത്മാക്കളോട് പോരാൻ പാടാൻ പറ്റുന്നില്ല. മിഖായേലിന് പോലും തോൽപ്പിക്കാൻ കഴിയാതിരുന്നതായിട്ടുള്ള പാഴ്സി പ്രഭുവിനെ വെട്ടിക്കളയുള്ള അധികാരം ദൈവസഭയ്ക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ എഫെസ്യ 1-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങളും വായിച്ചു കളയാൻ. എല്ലാ വാഴ്ചയ്ക്കും, എല്ലാ അധികാരത്തിനും, എല്ലാ ശക്തിക്കും, എല്ലാ കർത്തൃത്വത്തിനും ക്രിസ്തുവേശുവിൻ നാമം അവനോടുകൂടെ സർവത്തിന്റെ മീതെയാണ്. സർവത്തെ നമ്മുടെ കാൽ കീഴാണ്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതുക. ഇത് സംസാരിച്ചെന്താണെന്നറിയാമോ? സംഭവിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത്, സംഭവിക്കാതിരിക്കാൻ ടേക്ക് കെയർ. അങ്ങനെ ഹൃദയത്തിൽ എപ്പോഴൊക്കെ ചിന്ത വരും, ശത്രു കൊണ്ടുവിടാൻ നോക്കും. അവൻ്റെ പണി ഇതാണ്, നമ്മളെ വീണ്ടും അടിമപ്പെടുത്തുക. പക്ഷെ നമ്മുടെ പണി എന്താ? വിശ്വാസത്തിന് വേണ്ടി പോരാടുക. എൻ്റെ കർത്താവ് സർവത്തിനും മീതെയാണ്. ആ പാതാളത്തിൽ പോയി വെന്തിരിഞ്ഞ അയ്യമ്പിളി ഒന്ന് നോക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടി. ഞാൻ അങ്ങനെ പറയാ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർത്തിയിരിക്കുന്നത് സൂര്യന് കൽപ്പന കൊടുത്തു, ചന്ദ്രന് കൽപ്പന കൊടുത്തു. 60 ഓഫ് സ്റ്റാർസ് ഉണ്ട്. 360 സെക്സ്റ്റിലിയൻ, അതായത് 360 ശേഷം 23 സീറോസ് ഇട്ടാൽ എത്ര വരുമോ അത്രയും സ്റ്റാർസിനെ ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടുണ്ട് നാസ. ഇതൊക്കെ കൽപ്പന കൊടുത്തിരിക്കുന്നതും പേരിട്ടിരിക്കുന്ന നമ്മുടെ കർത്താവ്. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. അത്രമാത്രം ചെയ്യാൻ കഴിവുള്ളവന് ഈ ബലഹീനനായിരിക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലയോ? അവയ്ക്ക് വേണ്ടി ഒരു പ്രാശ്ചിത്യം നടത്തിയിട്ടില്ല, നമുക്ക് വേണ്ടി പ്രാശ്ചിത്യം നടത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നിന്നാണ് വന്നത്. സ്തോത്രം. വിശ്വാസിയാണെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ മുൻപ് ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പണ്ട് അങ്ങനെയായിരുന്നു. ഇന്ന് അങ്ങനെ ആകാതിരിക്കാനുള്ള വാണിംഗ് തരികയാണ്. ഏശാവിൻ്റെ കാര്യം പറഞ്ഞത്. ആരും പേടിച്ചു പോകണ്ട, അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആരുടെ ഹൃദയത്തിൽ വരുവാണെങ്കിൽ ഇത് വരും. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും അനുഭവങ്ങൾ അനേകം വരും. ഇതൊക്കെ എന്തിനാണ് എഴുതി വച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടി ബുദ്ധിഭേദത്തിന്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനുഷ്യ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമുക്കൊരു വാണിംഗ് തരും. നമുക്ക് ഇൻ്റലക്റ്റ് മനസ്സിലാകത്തക്കാണ്. റിപ്പൻറ്റ്. ഇതൊക്കെ ജഡത്തിൻ്റെ കാര്യം, ഇതൊക്കെ വിട്ട് കളയി. ഭാര്യയോട് കോപത്തോടെ സംസാരിച്ചു, തർക്കിച്ചു, അല്ലേ ലോർഡ് പ്ലീസ്, അവരെ സ്നേഹിക്കുന്നു. എപ്പോഴും നമുക്ക് ക്ഷമിക്കുവാനുള്ള കർത്താവ് പത്രോസ് ചോദിച്ചാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പറഞ്ഞ അലത്തോൾ. ഇന്ന് അറബിയിൽ പറഞ്ഞ അലത്തോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സാരമല്ല. ആലത്തോൾ അറബിക്കാർ അറബി പറഞ്ഞാണ്, പക്ഷെ അതിന് അവർക്കൊരു വിലയും കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും. അടുത്ത വാക്യമാണ് ഇൻട്രസ്റ്റ്. എന്നാൽ ഇതൊക്കെ സംഭവിച്ചു പോയാലും കരുണാസമ്പന്നനായ ദൈവമോ. വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ വരെയൊക്കെ ചെറിയ അക്ഷരത്തിലായിരുന്നു.
കരുണാസമ്പന്നനായ ദൈവമേ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നാം സ്നേഹിച്ചത് കൊണ്ടല്ല. ഇത് ജനറലായിട്ട് പറയല്ല, പേഴ്സണലായിട്ട് പറയാണ്. കരുണാസമ്പന്നനായ ദൈവമോ എന്നെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അത് ഇമ്മെഷറബിൾ ആണ്. ഇത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. എൻ്റെ ഗുണം കൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ഗുണം കൊണ്ടല്ല ഉയർത്തെന്ന് വെച്ചാൽ പുത്രൻ എന്നെ വെളിപ്പെടുത്തി എന്നെ രക്ഷിക്കുന്നത്. എൻ്റെ ജഡമോഹം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടും, 4 പേരുടെ അപ്രിസിയേഷൻ കിട്ടും. പക്ഷെ എൻ്റെ കർത്താവിലായ അതിനേക്കാളും കൂടുതൽ അല്പസമയം, കുറച്ച് നേരത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ കുറച്ച് നാളത്തേക്കോ ഭാരങ്ങളും നിന്നകളൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്തുവിലുള്ള രക്ഷ നിത്യ യുഗങ്ങളാണ്. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്നവരാൽ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. ക്രിസ്തുവിന് കൂടാതെ ഒരു ജീവനില്ല. ജീവന്റെ ഉറവിടം ക്രിസ്തു മാത്രം. ആ പാട്ടുണ്ടല്ലോ, ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവന് അത്രേ പാപകരൻ, ജീവനാലൻ നെയ്യും വീണ്ടെടുത്തു. അവന്റെ ജീവനാലെ വീണ്ടെടുപ്പ്. അവനിൽ മാത്രമേ ജീവന്റെ സോഴ്സ് ഉള്ളൂ, മറ്റാരിലുമില്ല. ഇത് നമ്മളിൽ എപ്പോഴും ഉറച്ചിരിക്കണം. നമുക്ക് ഏത് വിഷയം വന്നാലും നമ്മൾ ഏശാവിനെ പോലെ പോലും കർത്താവ് ജീവന്റെ ഉറവിടം നീയാണ്. ഏശാവിനെ പോലെ അനുഭവം ഒന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ആരും പേടിക്കണ്ട. നമ്മുടെ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനാണ് അവിടെ. ഏശാവിൻ്റെ തമ്മിൽ ടെമ്പററി കാര്യമായിരുന്നു, പക്ഷെ അവൻ നഷ്ടപ്പെട്ടു. അവൻ പഴയ നിയമത്തിലെ വിശ്വാസിയാണ്. നമ്മളതല്ല, കൃപയുടെ യുഗമാണ്. ഹല്ലേലൂയ. കൃപയാലാണ് നാം നിർത്തിയിരിക്കുന്നത്. അതാണ് പറയുന്നത്, ദൈവകൃപ വിട്ടു മാറാതിരുന്നാൽ മതി. ലോർഡ് പ്ലീസ്, യുവർ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ മീ. എൻ്റെ ബലഹീനതയുടെ ഓവർകം, ചിലപ്പോൾ എനിക്ക് സംസാരത്തിലുള്ള ബലഹീനതയാവും, പ്രവൃത്തിയിലുള്ള ബലഹീനതയാവും, ചിന്തകളുള്ള ബലഹീന. ലോർഡ്, എൻ്റെ ഈ ബലഹീനതകൾക്ക് മീത് നിൻ്റെ കൃപ കൊണ്ട് കവിയും. അതുപോലെ കരുണാസമ്പന്നനായ ദൈവമോ, ഡെലിബറേറ്റ് ആക്ഷൻ അല്ലാത്ത ഒന്നും ദൈവം കണക്കിടുന്നില്ല. അതിക്രമങ്ങളാൽ മരിച്ചവരായത് നമ്മൾ പണ്ട് മരിച്ചത് ജീവിച്ചത് ഇന്നും സംഭവിക്കും. ഇന്നും നമ്മുടെ സിന്നിൻ്റെ റിസൾട്ട് മരണമാണ്, സ്പിരിച്വൽ ഡെത്ത്. പക്ഷേ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് വീണ്ടും ജീവിക്കാം. അതാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാവുന്നു. ജോൺ ചാപ്റ്റർ 11. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്നവൻ, ക്രിസ്തുവിൽ ജീവിച്ചവൻ, വീണ്ടും ജന്മം പ്രാപിച്ചവനും അവനുമായിട്ട് വിശ്വാസത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകേണ്ട ആവശ്യകതയുണ്ട്. എന്നിട്ട് പറയാണ്, കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഹൈഫണിട്ടാണ് പറയുന്നത്. സ്തോത്രം. ആ കൃപ വറ്റിപ്പോകുന്നതല്ല. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ ഓൾറെഡി നടന്നു, പക്ഷേ ഇനി പണിയൊന്നുമില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. വി ഹാവ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്, വി ഹാവ് ടു ഗ്രോ ഇൻ ഗ്രേസ്. അത് നമുക്ക് ഓരോ അനുഭവങ്ങളും പരിശുദ്ധാത്മാവാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഈവൻ ദുഷ്ടാത്മാവിൻ്റെ ആക്രമണമായാൽ തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ പരിധിക്ക് വിട്ട് വേറെയില്ല. ദൈവസഭ റാപ്ചറിൽ പോകുന്നത് വരേക്കും ടോട്ടൽ കൺട്രോള് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. സൈത്താൻ തൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ സാധ്യമല്ല, സൈത്താൻ്റെ കൂടെയുള്ളവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് വന്നാൽ തന്നെ നമ്മുടെ കർത്താവ് നമുക്ക് സഹിക്കാവുന്നതേ റിവീൽ ചെയ്യുള്ളൂ. ഞാനിതൊക്കെ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ അനുഭവിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ എന്നറിയാം, അനുഭവിച്ച് കഴിഞ്ഞ് ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോഴാണ് സന്തോഷം വരുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് ഭാരം ഉണ്ടാവും, വല്ലാത്ത ഭാരം തന്നെയാവും. ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടും, ശരീരത്തിന് പീഡനങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, ഭാരങ്ങളുണ്ടാവും, നിരാശ വരും. പക്ഷെ ഇവിടെയൊക്കെയും ഉയർത്തെഴുന്നേറ്റവരിൽ ആശ്രയിക്കുക. ഞാൻ എൻ്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ മാറാത്തവനാണ്,
ഈ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. നിന്റെ ജനത്തിന് ആശ്വാസത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുന്നല്ലോ. കരുണാസമ്പന്നനാണല്ലോ നീ കർത്താവ്. നിന്റെ കൃപയിൽ ഞങ്ങൾ അകന്നു പോകാതെ നിന്റെ വലങ്കൈ ഞങ്ങൾ രക്ഷിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളായ നിന്റെ ജനത്തെക്കകത്ത് ഭാരത്തിലായിരിക്കുന്ന ജനത്തെ ഉദ്ധരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ഇസ്രായേലിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.